ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകി പിണറായി സർക്കാരിന്റെ ജനപ്രിയ ബജറ്റ്. ഗതാഗതം, വ്യവസായം, സാങ്കേതികവിദ്യാ മേഖലകളിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ. കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനം. കേരളം നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ രേഖപ്പെടുത്തലെന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പിന് മുൻപ് ആളെ പറ്റിക്കാനുള്ള പരിപാടിയെന്ന് VD സതീശൻ. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാൻ കമ്മീഷൻ. റിപ്പോർട്ട് 3 മാസത്തിനകം. DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ധനമന്ത്രി. ഏപ്രിൽ മുതൽ അശ്വേഡ് പെൻഷൻ, കർഷകർക്ക് തലോടൽ. സൗജന്യ വിദ്യാഭ്യാസം ഇനി ബിരുദ തലത്തിലേക്കും. UDFന്റെയും BJPയുടെയും എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരയിൽ പദ്ധതി വരും കേട്ടോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. കേരളിന് പകരം RRTS അതിവേഗ പാത. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ നീക്കിയിരിപ്പ്. ഒടുവിൽ ആശമാരോട് കരുണ കാട്ടി സർക്കാർ. പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധന. അംഗൻവാടി വർക്കർമാർക്ക് 1000 രൂപയും ഹെൽപ്പർമാർക്ക് 500 രൂപയും കൂട്ടി. പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും സാക്ഷരതാ പ്രേരകന്മാരുടെയും സ്കൂൾ പാചക തൊഴിലാളികളുടെയും വേതനം കൂട്ടി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം ഉടൻ റദ്ദായേക്കും. ഈ സമ്മേളനത്തിൽ തന്നെ നടപടി വരും. DK മുരളി നൽകിയ പരാതിയിൽ ഫെബ്രുവരി 2-ന് ഹിയറിംഗ്. റിപ്പോർട്ട് വന്നയുടൻ നടപടിക്ക് സാധ്യത. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR തട്ടിപ്പിൽ സമഗ്രാന്വേഷണത്തിന് ഉത്തരവ്. നടപടി മലപ്പുറം സ്വദേശിയുടെ പരാതിയിൽ. ബിജുവിന്റെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ദുരൂഹമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം. അജിത് പവാറിന് വിട നൽകി ജന്മനാട്. പവാറിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് 10,000-ങ്ങൾ. അപകടത്തിലെ ദുരൂഹത നീക്കാൻ DGCA. അന്വേഷണം തുടരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും ജാമ്യം. S. ശ്രീകുമാറിന് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി 50 ദിവസത്തിനു മുൻപ്. കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ്. ദ്വാരപാലക ശില്പപാളി കേസിൽ. ഇന്ത്യ ന്യൂസിലാൻഡ് 2020-ക്കായി ടീമുകൾ തിരുവനന്തപുരത്ത്. അഞ്ചാം 2020 മത്സരം മറ്റന്നാൾ കാര്യവട്ടത്ത്. സഞ്ജു സാംസൺ ഹോം മാച്ച്. ടിക്കറ്റുകൾ വിറ്റുതീർന്നത് ചൂടപ്പം പോലെ.